ഹലോ, ഞാൻ നിങ്ങളുടെ സ്വന്തം പവിത്ര ലാഗ്നെ. ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റാണ്, ഒരു പ്രൊഫഷണൽ മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇന്ന് നമ്മുടെ മിഡാസിൽ, കൊച്ചിയിലുള്ള മിഡാസിൻ്റെ പുതിയ ഷോപ്പിൽ വന്നപ്പോൾ അവിടെ കുറച്ച് ലെൻസിൻ്റെ കളക്ഷൻ കണ്ടു. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് നിങ്ങൾക്കൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. കുറച്ച് ബ്രാൻഡ്സ്, അതിൻ്റെ യൂസേജ്, അതെങ്ങനെയാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്, വെക്കേണ്ട രീതി, എങ്ങനെയൊക്കെ ഉപയോഗിക്കാം, അതെങ്ങനെ കളയാം, അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്കൊന്ന് ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ലെൻസിനെ കുറിച്ച് ഒന്ന് ബ്രീഫായിട്ട് ഞാൻ പറയാം എങ്ങനെയാണ് യൂസ് ചെയ്യുന്നുള്ളത്. ഹൈജീനിക്കായിട്ട് യൂസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ലെൻസ് യൂസ് ചെയ്യാവൂ. നമ്മൾ കൂടുതലും മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ യൂസ് ചെയ്യുന്നത് സെലിബ്രിറ്റി മേക്കപ്പ്സിന് ഉപയോഗിക്കാനായിട്ട്, ഷൂട്ടിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ബ്രൈഡൽ മേക്കപ്പിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഈ വൺ ഡേ യൂസേജുള്ള ലെൻസ് അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷെയ്ഡ്സിൽ അവൈലബിൾ ആണ്. കണ്ടോ, വയലറ്റ്, ഗ്രീൻ, ഹണി, ഹേസൽ, ഗ്രേ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷെയ്ഡ്സ് ഉണ്ട്. അപ്പോൾ എന്തിനാണ് നമ്മൾ ലെൻസ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ കണ്ണിന് ഒരു ജീവൻ കിട്ടുക എന്ന് പറയും. അതായത് നമുക്ക് കുറച്ചും കൂടി അട്രാക്റ്റീവ് ആയിട്ടുള്ള കണ്ണ്. ഒരു ഫേസ് മേക്കപ്പ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും അട്രാക്ഷൻ വരുന്നത് ലിപ്പിലും ഐയിലുമാണ്. അപ്പം ആ ഐയിനെ നമുക്ക് കുറച്ചും കൂടി ഒന്ന് നല്ല ഭംഗിയോടെ, നല്ല വലിപ്പം കാണിച്ച്, നല്ല ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ ഒരു കോണ്ടാക്ട് ലെൻസ് വളരെ യൂസ്ഫുള്ളാണ്. ഇതൊക്കെ നമുക്ക് ഡെയിലി യൂസേജിനായിട്ട് വരുന്ന പാക്കിംഗ് ആണ്. ഇതൊക്കെ വളരെ ലോ കോസ്റ്റിൽ വരുന്ന ഒരു സാധനങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇതിന് 2-3 ബ്രാൻഡ്സ് ഉണ്ട്. അക്വാ കളർ നാച്ചുറൽ ബ്ലെൻഡ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ്, ആൻഡ് എസ്മി 58 കളർ വ്യൂ എന്നാണ് ഇതെടുത്തതുള്ളത്. ലെൻസ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടുന്ന 2 സാധനങ്ങളുണ്ട്. ഇതാണ് സൊല്യൂഷൻ എന്ന് പറയും. ഇത് പല ടൈപ്പ് ബ്രാൻഡുകളുണ്ട്, പല റേറ്റിന് നമുക്ക് അവൈലബിൾ ആണ്. അതിന് കൂടെ നമുക്കൊരു ഷെല്ല് കിട്ടും. ഓക്കെ, ഈ ഷെല്ലാണ് നമ്മളുടെ ലെൻസ് മാറ്റി വയ്ക്കേണ്ടത്. ഇത് നമുക്ക് അതിൻ്റെ കൂടെ കിട്ടുന്ന സൊല്യൂഷൻ. നമുക്ക് ആദ്യമായിട്ട് ഈ ലെൻസ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇപ്പോൾ ഞാൻ ഓൾറെഡി എൻ്റെ കണ്ണിൽ ഒരു ലെൻസ് വെച്ചിട്ടുണ്ട്. അതൊരു ഗ്രീൻ കളർ ലെൻസാണ് ഞാൻ വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാമോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ രണ്ട് കണ്ണിലും ഒരു ഗ്രീൻ കളർ ലെൻസ് വെച്ചിട്ടുണ്ട്. ഈ ഷെല്ലിൻ്റെ പുറത്തായിട്ട് നമ്മൾ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് 2 മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എടുക്കാനും വെക്കാനും ഒക്കെ അത് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. ഇതും നമുക്ക് വൺ ഡേ യൂസേജ് അല്ല, ഇത് നമുക്ക് എത്ര വേണമെങ്കിലും ഷെല്ലും ലിക്വിഡ്സും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പം ഞാൻ ഇത് പൊട്ടിച്ചിട്ടില്ല, ഞാനൊന്ന് പൊട്ടിക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ കണ്ണിൽ ഞാൻ ലെൻസ് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നു, ഗ്രീൻ കളർ ലെൻസാണ് ഞാൻ എൻ്റെ കണ്ണിൽ വെച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ അതെങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നത് കാണിച്ചു തരാം. ഞാൻ നിങ്ങൾക്ക് ആദ്യം കാണിച്ചു തന്ന ഈ ഷെല്ലിനകത്തേക്ക് നമ്മളുടെ സൊല്യൂഷൻ ജസ്റ്റ് ഒരു പകുതി വരെ എടുക്കുക. നമ്മുടെ 2 കൈകളിലും നന്നായിട്ട് വാഷ് ചെയ്തിരിക്കണം. വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് നമുക്ക് ഒട്ടും വെള്ളമില്ലാതെ ഒപ്പിക്കളയുക. അതിന് ശേഷം നമ്മുടെ കണ്ണ് ഞാനിങ്ങനെ റിമൂവ് ആണ് ഞാൻ ആദ്യം കാണിക്കുന്നത്, ശ്രദ്ധിച്ചോണം. ഞാൻ എൻ്റെ കണ്ണിൽ നിന്ന് ഞാൻ ലെൻസ് റിമൂവ് ചെയ്യാൻ പോവാണ്. ഞാനിപ്പോൾ എൻ്റെ കണ്ണിൽ നിന്ന് ലെൻസ് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ ഈ സൊല്യൂഷൻ്റെ ഉള്ളിലേക്ക് ഇട്ടു. ഓക്കെ, കാണാൻ പറ്റുന്നില്ലേ? ഓക്കെ, അപ്പോൾ എന്തിനാണ് നമ്മളിങ്ങനെ ലെൻസ് റിമൂവ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ എപ്പോഴും ഇത് വാഷ് ചെയ്യണം കേട്ടോ. നമ്മൾ നെക്സ്റ്റ് യൂസിന് വരുമ്പോഴത്തേനും നമ്മളുടെ കണ്ണിൽ ഇതൊക്കെ വൺ ഡേ യൂസേജാണ്. ഇപ്പോൾ കണ്ടു, ഞാൻ യൂസ് ചെയ്ത് എൻ്റെ കണ്ണിൻ്റെ കാജലാണ് ഇതിൻ്റെ ഉള്ളിൽ കാണുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കണ്ണിൽ വെക്കുമ്പോൾ ഇത് ഒരു ഫിറ്റ് അല്ലാണ്ടാവും, അല്ലെന്നുണ്ടെങ്കിൽ നമുക്കിത് കറക്റ്റ് അല്ലാണ്ടിരിക്കും. ഇനി ഞാനിത് വെക്കാൻ പോകുമ്പം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇതുപോലെ കുറച്ച് സൊല്യൂഷൻ എൻ്റെ കയ്യിലേക്ക് എടുക്കുകയാണ്. എൻ്റെ പാം ഇതിനകത്തേക്കാണ് ജസ്റ്റ് ഇങ്ങനെ പിടിക്കണം എന്നാണ് ശരിക്കും നമ്മളോട് പറയാറ്. അതിലേക്ക് ഞാൻ 2 ഡ്രോപ്സ് ഒഴിച്ചു. ജസ്റ്റ് ഞാൻ എൻ്റെ ലെൻസ് ഒന്ന് വാഷ് ചെയ്യുകയാണ്. അപ്പം നമ്മൾ നന്നായിട്ട് ഇതൊന്ന് വാഷ് ചെയ്തിട്ട് ഞാൻ വീണ്ടും ഇതെങ്ങനെയാണ് വെക്കേണ്ടതെന്ന് കാണിക്കാം. ഞാൻ ലെൻസ് എൻ്റെ കയ്യിലേക്ക് എടുത്തു. ഈ വെള്ള ടിപ്പിൽ ഈ ലെൻസ് ഇങ്ങനെ ഉണ്ടാവണം, ഒരു ഷേപ്പിൽ, ഒരു ആർച്ച് ഷേപ്പിൽ. എന്നിട്ട് ഞാൻ എൻ്റെ കണ്ണ് ഓപ്പൺ ചെയ്തിരിക്കും. ഇപ്പം ഞാൻ എപ്പോഴും വെക്കുന്നതുകൊണ്ട് എനിക്കിങ്ങനെ ഒരു കൈ യൂസ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ 2 കൈ ഇങ്ങനെ യൂസ് ചെയ്യാം. നോക്കേണ്ടത് നമ്മുടെ ആ ഒരു കൃഷ്ണമണിയിൽ, ഐബോളിൽ കറക്റ്റായിട്ട് ഇത് സ്യൂട്ടായോ നോക്കുക. ജസ്റ്റ് ഒന്നിങ്ങനെ വെക്കുക, കണ്ണൊന്ന് അടച്ചു കൊടുക്കുക.
ഇത്രയേ ഉള്ളൂ നമ്മുടെ ലെൻസ് വെക്കാനായിട്ട്. അത്രയ്ക്ക് സിമ്പിളാണ്. പക്ഷേ നിങ്ങൾ ഫസ്റ്റ് ടൈം വെക്കുമ്പോൾ നിങ്ങൾക്ക് ഇത്ര സിമ്പിൾ ആവണമെന്നില്ല. ഒരു ഇറിറ്റേഷൻ കാണും, കണ്ണിലൊരു കരട് പോയ പോലെ നിങ്ങൾക്കൊരു ഇറിറ്റേഷൻ കാണും. അത് എക്സാക്ട്ലി എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണിൽ സ്യൂട്ട് ആവാതിരിക്കുന്നത് കൊണ്ട് മാത്രമാണ്. സ്യൂട്ടായി കഴിയുമ്പം ഇത് ഭയങ്കരമായിട്ട് നീറ്റായിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മളിത് കണ്ണിൽ വെച്ച് കഴിഞ്ഞു. ഇതൊക്കെ നമുക്ക് ഡെയിലി വെയറാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിന് ചെറിയ ദോഷങ്ങളുണ്ട്. ഇത് നമുക്ക് 12 hours വരെ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യാം. ഒരു കാരണവശാലും നമ്മൾ ലെൻസ് വെച്ചിട്ട് ഉറങ്ങാൻ പാടില്ല. ഉറങ്ങുന്നതിന് മുമ്പ് നമ്മളുടെ കണ്ണിൽ നിന്ന് ലെൻസ് മാറ്റാം. ഇത് ഒരാൾ തന്നെ സിംഗിൾ യൂസ് ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 2 to 3 times യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് 1 day യൂസ് എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. പക്ഷേ ഞാൻ എൻ്റെ പേഴ്സണൽ യൂസിൽ പറയുകയാണ്, ഞാനിതൊരു 2-3 days ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. എനിക്കിതുവരെ അങ്ങനെ ഇൻഫെക്ഷനും കാര്യങ്ങളും ഉണ്ടായിട്ടില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള ഹാൻഡ് വാഷിങ്, പ്രോപ്പറായിട്ടുള്ള ലെൻസ് വാഷിങ്, പ്രോപ്പറായിട്ടുള്ള ഷെൽ വാഷിങ്. ഈ ഷെല്ല് നമ്മൾ ഒരു ഡെയിലി വെയർ അല്ലാതെ നമ്മളൊരു 1 month ഒക്കെ ഉള്ള ലെൻസ് വാങ്ങുകയാണെങ്കിൽ നമ്മൾ ഈ ഷെല്ല് 3 ദിവസം കൂടുമ്പോൾ ക്ലീൻ ചെയ്യണം. ഈ സൊല്യൂഷൻ വെച്ചിട്ട് ക്ലീൻ ചെയ്യണം. ആദ്യം നമ്മൾ ഫ്രഷ് വാട്ടറിൽ ഷെല്ല് നന്നായിട്ട് കഴുകുക, അതിനുശേഷം സൊല്യൂഷൻ ഒഴിക്കുക. ഒരു 1.5 വിട്ട് നമ്മൾ ലെൻസിൽ സൊല്യൂഷൻ ഇൻക്ലൂഡ് ചെയ്യുക. അപ്പം ഇത്ര സിമ്പിളായിട്ട് നമുക്കിത് കണ്ടോ, ഓരോ കളറിൻ്റെ പല കളേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. ഈ ACME എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ആണ്. അവർ കുറേ കളേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഹ്യൂജ് കളേഴ്സാണ് ഇവർക്കുള്ളത്. അതും എല്ലാം നമ്മുടെ ഐലിഡിൽ എക്സൈറ്റായിട്ട് ചേരുന്ന കളേഴ്സാണ്. അപ്പോൾ നമ്മൾക്ക് ഓരോ സ്കിൻ ടോണിലുള്ള ആൾക്കാർക്കും ചേരുന്ന രീതിയിലുള്ള ലെൻസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എപ്പോൾ ലെൻസിൻ്റെ ആവശ്യമുണ്ടെങ്കിലും മിഡാസിലേക്ക് വരിക. അവിടെ ഒരു ഹ്യൂജ് കളക്ഷൻ ഓഫ് ലെൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങളുടെ ഐലിഡിന് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ലെൻസ് നിങ്ങൾ തിരഞ്ഞെടുക്കുക. അപ്പം താങ്ക് യു സോ മച്ച് ഫോർ ഈ ഒരു ഇൻട്രൊഡക്ഷന് വേണ്ടിയിട്ട് മിഡാസ് എന്നെ വിളിച്ചതിനും എനിക്കിത് പറയാൻ പറ്റിയതിനും ഐ എം സോ താങ്ക്ഫുൾ ടു സബിചേട്ടൻ ആൻഡ് ഇക്ക. ആൻഡ് ഓൾ ദി ബെസ്റ്റ് മിഡാസ് ടീം ടു.